अनुग्रह से इस भरे हुए अवसर के लिए प्रभु को धन्यवाद देता हूँ। प्रभु के दास को उनके परिवार को आए हुए सभी भाई बहनों को प्रभु यीशु मसीह के नाम से अभिवादन देते हैं। लूका रचित सुसमाचार उसका 22वां अध्याय 19 और 20 वचन पढ़े। फिर उसने रोटी ली और धन्यवाद करके तोड़ी और उनको यह कहते हुए दी, यह मेरी देह है जो तुम्हारे लिए दी जाती है, मेरे स्मरण में यही किया करो। इसी रीति से उसने भोजन के बाद कटोरा भी यह कहते हुए दिया, यह कटोरा मेरे उस लहू में जो तुम्हारे लिए बहाया जाता है नई वाचा है। പരിശുദ്ധ പിതാവേ, നല്ലശുദ്ധനായ സ്തോത്രത്തിന് കർത്താവേ, വാഴ്ചവചനത്തിനായ സ്തോത്രത്തിന് പരിശുദ്ധാത്മാവിന്റെ വിടുമാറാകണമേ. ശുശ്രൂഷിപ്പാൻ ആത്മാവിൽ അടിയങ്ങൾ നിറയ്ക്കുമാറാകണമേ. കേൾക്കുന്ന ജനത്തിന് കർത്താവേ, ഏതെങ്കിലും അനുഗ്രഹമായി തീരുവാൻ പ്രാർത്ഥന കേട്ടതിനായ സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. പിന്നെ അപ്പോൾ എടുത്ത് വാഴ്ത്തി നോക്കി അവർക്ക് കൊടുത്തു, ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകുന്ന എൻ്റെ ശരീരം എൻ്റെ ഓർമ്മയ്ക്കായിട്ട് ചെയ്യുവിനെന്ന് പറഞ്ഞു. അവർ തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം അവൻ പാനപാത്രവും കൊടുത്തു, ഈ പാനപാത്രം നിങ്ങൾക്ക് വേണ്ടി ചൊരിയുന്ന എൻ്റെ രക്തത്തിലെ പുതിയ നിയമം ആകുന്നു. फिर उसने रोटी ली और धन्यवाद करके तोड़ी और उनको यह कहते हुए दी, यह मेरी देह है जो तुम्हारे लिए दी जाती है, मेरे स्मरण के लिए यही किया करो। इसी रीति से उसने भोजन के बाद कटोरा भी यह कहते हुए दिया, यह कटोरा मेरे उस लहू में जो तुम्हारे लिए बहाया जाता है नई वाचा है। Praise the Lord. Praise the Lord. കരങ്ങളോർത്ത് കർത്താവിനെ സ്തുതിച്ചാട്ടെ. हाथों को उठा के प्रभु को धन्यवाद दे। हालेलुया। Praise the Lord. കർത്തരുടെ ശുശ്രൂഷ നമ്മുടെ നടുവിലുണ്ട്. और परमेश्वर का पवित्र मेज हमारे सामने है। ഈ പകൽക്കാലം പ്രാർത്ഥനയോടെ വിശുദ്ധിയോടെ കഴിപ്പാൻ കർത്താവ് നമ്മളെ സഹായിക്കുമാറാകട്ടെ. और परमेश्वर सहायता करे, आज सुबह के समय हम प्रार्थना के साथ और पवित्रता के साथ परमेश्वर के चरणों में बैठे। യേശു ഈ ലോകത്തിൽ വന്ന് മനുഷ്യനായി ജീവിച്ച് അവസാന പെസഹ ആചരിക്കാൻ കടന്നുപോകുകയാണ്. और प्रभु यीशु मसीह इस पृथ्वी पर आया और उसका जो फसल का जो पर्व है वो जो मनाने जाते हैं। ആമേൻ. आमीन। അപ്പോൾ അത് ഒരുക്കാൻ വേണ്ടി രണ്ട് ശിഷ്യന്മാരെ മുമ്പോട്ട് പറഞ്ഞയക്കുന്നു. और वो फसल के पर्व को जो मनाने के लिए जो आगे का जो सेवा कार्य है उसके लिए 2 चेलों को आगे भेजते हैं। നിങ്ങൾ നേരെ പോകുമ്പോൾ വെള്ളം ചുമന്നുകൊണ്ട് പോകുന്ന ഒരു മനുഷ്യനെ കാണും. ആ വീട്ടിലേക്ക് ചെന്ന് എനിക്ക് പെസഹ ഒരുക്കാൻ വേണ്ടി ഒരുക്കുന്ന സ്ഥലം കാണിച്ചു തരാൻ പറയുന്ന ഭാഗം നമുക്കറിയാം. और हम देखते हैं कि उसने जब एक व्यक्ति को पानी लेते हुए जाते हुए देखोगे और वो जिस घर में जाए वहां जाके बेटा फंसते हैं। और एक व्यक्ति को जो है पानी का घड़ा लेता हुआ ले जाते हुए तुम्हें मिलेगा और उससे कहना कि मैं और गुरु के लिए जो फसल की तैयारी करो। Praise the Lord. Praise the Lord. അദ്ദേഹം വെള്ളം കൊണ്ട് പോകുന്ന വീട്ടിലോട്ട് പോകണം. और जो जिस घर में वो घड़ा ले जाए उस घर में तुम जाना। എന്നിട്ട് പെസഹ കഴിപ്പാനുള്ള സ്ഥലം കാണിച്ചു തരാൻ പറയണം. और फसल कहाँ पे तैयार करना है ये उससे पूछना है। അപ്പൊ ആ വീട്ടിലെ ഉടമസ്ഥൻ വിരിച്ചു ഒരുക്കിയ ഒരു മാളിക കാണിച്ചു തരും. और वह तुम्हें एक जो तैयार की हुई एक अटारी दिखा देगा। എല്ലാവരും കൂടെ ശ്രദ്ധിച്ചാട്ടെ. सब ध्यान पूर्वक सुनिएगा। ഹല്ലേലൂയ. हालेलुया। അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് उसका अर्थ क्या है? ചിലപ്പോൾ യേശു ഇതിനു മുമ്പേ ഇദ്ദേഹത്തോട് പറഞ്ഞിരിക്കാമെന്ന് നമുക്ക് അതിനകത്ത് മനസ്സിലാക്കാൻ സാധിക്കും. हम ऐसा सोच सकते हैं कि यीशु ने जो पहले से उन्हें ये कह दिया था ഈ വീട്ടിലെ വ്യക്തിയോട് कि इस जो घर के मनुष्य से, അതുകൊണ്ടായിരിക്കും വിരിച്ചൊരുക്കിയ മാളിക കാണിച്ചു കൊടുക്കുന്നത്. इसलिए वह सजाई हुई बड़ी अटारी दिखा देगा। അവിടെ ചെന്ന് പെസഹ കഴിച്ചതിന് ശേഷം കർത്താവ് റൊട്ടിയും വീഞ്ഞും എടുത്ത് കർത്താവിന്റെ തിരുമേശയെ എസ്റ്റാബ്ലിഷ് ചെയ്ത് കൊടുക്കുന്നത് സഭയ്ക്ക്. और वहां जाके जो फसल खाने के बाद जो है परमेश्वर ने यहाँ पे जो है तो प्रभु मेज की जो स्थापना की। ഹല്ലേലൂയ. हालेलुया। കർത്തൃമേശ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ട് ശിഷ്യന്മാർക്ക് കൊടുക്കുകയാണ്. और उसने जो है प्रभु मेज की जो है स्थापना करके जो है अपने चेलों को दिया। ഹല്ലേലൂയ. हालेलुया। അപ്പോൾ എടുത്ത് കയ്യിൽ വെച്ചുകൊണ്ട് പറയുകയാണ്, और रोटी लेकर जो है हाथ में रखकर वो कहता है ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എന്റെ ശരീരം, कि यह जो है तुम्हारे लिए जो है यह मेरी देह है जो तुम्हारे लिए दी जाती है, എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. मेरे स्मरण के लिए यही किया करो। Praise the Lord. प्रेज द लॉर्ड। ആമേൻ. आमीन। എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ എന്ന് പറഞ്ഞാല് मेरे स्मरण के लिए यही किया करो, इसका मतलब है ഞാൻ കുറച്ചുകൂടെ കഴിയുമ്പോൾ ഇവിടുന്ന് പോകും. कि मैं कुछ समय के बाद जो है यहाँ से चला जाता हूँ। ഞാനല്ല, मैं नहीं, യേശുക്രിസ്തുവിന്റെ കാര്യം പറയുന്നത്. हम प्रभु यीशु मसीह के बारे में बात कर रहे हैं। प्रेज द लॉर्ड। കുറച്ച് സമയം കഴിയുമ്പോൾ ഞാൻ നിങ്ങളെ വിട്ട് കടന്നു പോകും. और कुछ समय के बाद जो है मैं तुम्हें छोड़कर चला जाता हूँ। നിങ്ങളുടെ ഈ കണ്ണുകൊണ്ട് പിന്നെ എനിക്ക് തന്നെ കാണാൻ സാധിക്കത്തില്ല. फिर तुम अपनी आंखों से मुझे देख न पाओगे। അതുകൊണ്ട് നിങ്ങൾ എന്നെ ഓർക്കാൻ വേണ്ടി ഈ ശുശ്രൂഷ ചെയ്യണം. इसलिए तुम मेरे स्मरण के लिए यह किया करो।
Praise the Lord. Praise the Lord. നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കും ദൈവമേ എന്നെ ഓർക്കണമേ എന്റെ അവസ്ഥ ഓർക്കണമേ എന്നൊക്കെ നമ്മൾ പ്രാർത്ഥിക്കും. कई बार हम जो है ऐसी प्रार्थना करते हैं, परमेश्वर मुझे स्मरण कर, मेरी प्रार्थनाओं को स्मरण कर. പക്ഷെ നമ്മൾ ദൈവത്തെ ഓർക്കാറുണ്ടോ? क्या हम परमेश्वर को स्मरण करते हैं? അവന്റെ കാൽവരിയിലെ മരണത്തെ കുറിച്ച് ഓർക്കാറുണ്ടോ? क्या हम परमेश्वर के क्रूस के बलिदान को स्मरण करते हैं? ഹല്ലേലൂയ. हालेलुया. ഞായറാഴ്ച ഇവിടെ വരുമ്പോൾ 12:30 കഴിയുമ്പോൾ മാത്രമല്ല നമ്മൾ ഓർക്കേണ്ടത്. रविवार को जो है 12 बजे तक जो है केवल परमेश्वर को स्मरण करना नहीं है. തിരുമേശ എടുക്കുമ്പോൾ മാത്രമല്ല ഇത് ഓർക്കേണ്ടത്. केवल पवित्र में से शामिल होते समय परमेश्वर को स्मरण करना काफी नहीं है. നമ്മൾ ഒറ്റയ്ക്കിരിക്കുമ്പോൾ ഓർക്കണം. जब हम अकेले व्यक्तिगत रूप से बैठते हैं तब परमेश्वर को स्मरण करना നമ്മൾ है. ജോലി ചെയ്യുമ്പോൾ ഓർക്കണം. जब हम कार्य करते हैं तब परमेश्वर को स्मरण करना है. എവിടെ പോയാലും ഓർമ്മ വേണം. चाहे हम कहीं भी चले जाए, लेकिन परमेश्वर को स्मरण करना है. എന്റെ കർത്താവ് എനിക്ക് വേണ്ടി മരിച്ചു. मेरा परमेश्वर मेरे लिए मारा गया എന്റെ ജീവനെ രക്ഷിപ്പാൻ അവൻ എനിക്ക് വേണ്ടി ജീവൻ തന്നു. और मुझे जो है छुड़ाने के लिए परमेश्वर ने अपना जीवन जो है बलिदान कर दिया. കർത്താവ് പറയാ എന്റെ ഓർമ്മയ്ക്കായിട്ട് നിങ്ങൾ ഇത് ചെയ്യണം. प्रभु यीशु कहता है मेरी स्मरण के लिए यह किया करो. Praise the Lord. Praise the Lord. ഹല്ലേലൂയ. हालेलुया. ഈ അപ്പവും വീഞ്ഞും എന്ന് പറഞ്ഞ ഏറ്റവും ലളിതമായ ഒരു ശുശ്രൂഷയായത്. और जो ये पवित्र में जो रोटी और दाखरस है काफी എന്നുവെച്ചാൽ ഏത് ദരിദ്രനും ചെയ്യാൻ പറ്റുന്ന ഒരു ശുശ്രൂഷ ഈ അപ്പവും വീഞ്ഞും എന്ന് പറയുന്നത്. बहुत सादा सेवा है. और ये जो है बहुत सादा सेवा है. ആമേൻ. आमीन. നിങ്ങൾക്ക് മനസ്സിലായില്ല? आप समझ नहीं पाए. Praise the Lord. ഈ റൊട്ടിക്ക് എത്ര രൂപയുണ്ടെന്ന് നമുക്കറിയാം. ये रोटी को जो है कितना कीमत है हम जानते ഈ हैं. വീഞ്ഞിന് എത്ര രൂപയുണ്ടെന്ന് നമുക്കറിയാൻ പറ്റും. और ये जो दाखरस है इसको कितना जो कीमत है वो हम जानते हैं. പൈസയുടെ പേരിൽ അവോയ്ഡ് ചെയ്യരുത് അതിന്റെ അർത്ഥം. इसका मतलब है जो पैसे की जो कीमत जानकर उसको अवॉइड नहीं करना है. ഏത് സാധാരണ വ്യക്തിക്കും ചെയ്യാൻ പറ്റുന്ന ശുശ്രൂഷയായത്. और ये जो सेवकाई है कोई भी साधारण मनुष्य नहीं कर सकता. മനസ്സിലായോ? साधारण भी कर सकते हैं. साधारण मनुष्य भी कर सकता है. എന്ന് വെച്ചാൽ വലിയ വിലയുള്ള ഒരു സാധനം എടുത്തിട്ട് ആ കർത്താവ് പറഞ്ഞു എന്റെ ഓർമ്മയ്ക്കാ ചെയ്യുമെന്ന് പറഞ്ഞ സാധാരണ വ്യക്തികൾക്ക് ചെയ്യാൻ കഴിയത്തില്ല. और यदि कोई बड़ा कीमत होते हुए वस्तु लेकर अगर परमेश्वर ये सेवा करता तो जो साधारण मनुष्य है वो ये कार्य नहीं कर सकता था. മനസ്സിലായ കരങ്ങൾ ഉയർത്തിയാട്ടെ. जो समझ गए वो हाथ उठाए. മനസ്സിലായില്ല? नहीं समझे. हालेलुया. ഈ റൊട്ടിക്ക് ഏകദേശം 10-30 രൂപയെ കാണത്തുള്ളൂ. हो सकता है ये रोटी को जो है 10 या 20 रुपए जिसकी कीमत होगी. വീഞ്ഞിന് 100-150 രൂപ കാണും. और जो दाखरस है उसका एक 10-20 रुपए कीमत होगा. നമ്മുടെ കയ്യിൽ പൈസ ഇല്ലാത്തവരാണെങ്കിൽ यदि हमारे पास पैसा नहीं है വലിയ വിലയുള്ള സാധനം പറയുകയാണെങ്കിൽ നമ്മുടെ ഈ പൈസ ഇല്ലെന്ന് പറഞ്ഞ് നമ്മൾ അവോയ്ഡ് ചെയ്ത് വെക്കും. और यदि बड़े कीमत होते हुए कोई चीज लेना है तो पैसा नहीं है तो हम अवॉइड करते हैं. അപ്പൊ മനസ്സിലാകുന്നുണ്ടോ? अभी समझ रहे हो? ഏറ്റവും സാധാരണ വ്യക്തികൾക്കും കർത്താവിനെ ഓർത്ത് ശുശ്രൂഷകൾ ഏറ്റവും മഹത്വകരമായ ശുശ്രൂഷയാ കർത്തവ്യ ശുശ്രൂഷ. और साधारण से साधारण व्यक्ति भी जो सेवा कर सकता है वो परमेश्वर के पवित्र मेज की जो सेवा है. മനസ്സിലാക്കരങ്ങൾ വൃത്തിയാട്ടെ. जो समझ गए वो हाथ उठाए. ഇല്ലെങ്കിൽ ഒന്നുകൂടെ പറയാം. और एक बार कहता हूँ. മനസ്സിലായില്ല? नहीं समझे? Praise the Lord. Praise the Lord. മനസ്സിലായില്ല? नहीं समझे? ആരെങ്കിലും കൈ ഉയർത്തിയാട്ടെ. यदि जो समझ गए वो हाथ उठाए. Praise the Lord. Praise the Lord. Hallelujah. ഇല്ലെങ്കിൽ പിന്നീട് എന്നോട് ചോദിച്ചാൽ മതി. Praise the Lord. Praise the Lord. യേശുവിന്റെ കർത്തൃമേശ ശുശ്രൂഷയെ കുറിച്ച് കർത്താവ് പറഞ്ഞു കൊടുക്കുകയാണ്. और प्रभु यीशु मसीह पवित्र मेज के बारे में जो इस प्रकार से कहते हैं. അവിടെ 12 ശിഷ്യന്മാരുണ്ട്. वहाँ पे यीशु के पास 12 चेले लोग हैं. എത്ര ശിഷ്യന്മാരാ ഉള്ളത്? कितने चेले हैं? 12 ശിഷ്യന്മാരുണ്ട് അവിടെ. 12 चेले लोग वहाँ पे उपस्थित हैं. പക്ഷേ ഈ 12 ശിഷ്യന്മാരിൽ രണ്ട് ഗ്രൂപ്പിനെ നമുക്ക് അവിടെ കാണാൻ സാധിക്കും. लेकिन वहाँ पे 12 चेले लोग जो हम 2 ग्रुप में देखते हैं. Praise the Lord. Praise the Lord. ഒരു ഗ്രൂപ്പ് ഒരാൾ മാത്രമേ ഉള്ളൂ. एक ग्रुप में केवल एक व्यक्ति है. ആരാ? कौन है वो? യൂദാ. यहूदा इस्करियोती. രണ്ടാമത്തെ ഗ്രൂപ്പിൽ 11 പേരുണ്ട്. और दूसरे जो ग्रुप में हम जो है 11 चेलों को देखते हैं. കർത്തൃമേശ ശുശ്രൂഷ എസ്റ്റാബ്ലിഷ് ചെയ്യുക കർത്താവ്. और प्रभु यीशु मसीह जो है प्रभु मेज की जो स्थापना कर रहे हैं നിങ്ങൾ കൂടി വരുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായിട്ട് ഇത് ചെയ്യണം. कि जब तुम इकट्ठे होंगे तो मेरे स्मरण के लिए यही किया करो. അപ്പൊ യേശുവിന്റെ 12 ശിഷ്യന്മാരുണ്ട് അവിടെ. तब यीशु के जो 12 चेले वहाँ उपस्थित हैं. പക്ഷെ ഉണ്ടെങ്കിൽ രണ്ട് ഗ്രൂപ്പ് ഉണ്ട് അവിടെ. उपस्थित होने के बाद भी लेकिन वहाँ पे 2 ग्रुप हम देखते हैं. ഒരു ഗ്രൂപ്പ് യൂദ മാത്രമേ ഉള്ളൂ. एक ग्रुप में केवल यहूदा इस्करियोती है. രണ്ടാമത്തെ ഗ്രൂപ്പിൽ 11 ശിഷ്യന്മാരുണ്ട്. और दूसरे ग्रुप में हम बाकी 11 चेलों को देखते हैं. Praise the Lord. Praise the Lord. ഇനി യൂദയെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം. और यूदा के बारे में देखते हैं. Praise the Lord. Praise the Lord. യൂദ ആരായിരുന്നു യേശു പറയുന്നുണ്ട്. यहूदा कौन था? यीशु किस प्रकार से कहता है? യോഹന്നാന്റെ സുവിശേഷം 6-70 വാക്യം വായിച്ചാട്ടെ. 6:17. यूहन्ना 6 का 17 से पढ़े. 17. 17.
Praise the Lord. യേശു പറയുക, यीशु इस प्रकार से कहता है നിങ്ങളെ 12 പേരെ ഞാൻ തിരഞ്ഞെടുത്തില്ലയോ, कि क्या मैंने तुम 12 को नहीं चुना, എങ്കിലും നിങ്ങളിൽ ഒരുത്തൻ പിശാചാകുന്നു. तो भी तुम में से एक व्यक्ति शैतान है. എല്ലാവരും ശ്രദ്ധിച്ചാട്ടെ. सभी ध्यान पूर्वक सुनिए. യൂദയെ കുറിച്ച് യേശു പറയുക, यहूदा के बारे में प्रभु यीशु कहता है 12 ശിഷ്യന്മാരെ ഞാൻ തിരഞ്ഞെടുത്തു, कि 12 चेलों को मैंने चुना है, അതിൽ ഒരുത്തൻ लेकिन उनमें से एक പിശാചാകുന്നു. वो शैतान है. Praise the Lord. Praise the Lord. ഇനി മറ്റൊരു സ്ഥലം നമുക്ക് നോക്കാം. और दूसरे स्थान में हम इस प्रकार से देखते हैं യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം, यूहन्ना उसका 12 अध्याय, അതിന്റെ 6-ാമത്തെ വാക്യം. उसका 6वां वचन. उसने ये बात इसलिए नहीं कही हाँ। कि उसे कंगालों की चिंता थी, हाँ। परंतु इसलिए कि वो चोर था हाँ। और उसके पास उनकी थैली रहती थी. Praise the Lord. ഇവിടെ യൂദയെ കുറിച്ച് പറയുക, और यहाँ पे यहूदा के बारे में लिखा है അവൻ കള്ളനാകുന്നു. कि वह चोर था. Praise the Lord. പണസഞ്ചി തന്റെ പക്കലാകെ അതിൽ നിന്ന് ഇട്ടത് എടുത്തുകൊള്ളുന്നവനും കൊണ്ട് അത്രേ പറഞ്ഞത്. और यहाँ पे लिखा है उसके पास उसकी थैली रहती थी और उसमें जो कुछ डाला जाता था वो निकाल लेता था. ആമേൻ. आमीन. കർത്തൃമേശ ശുശ്രൂഷ എസ്റ്റാബ്ലിഷ് ചെയ്യുക കർത്താവ്. और यहाँ पे प्रभु यीशु मसीह पवित्र में प्रभु वो चीजों स्थापना कर रहा है. അതിൽ 2 ഗ്രൂപ്പ് ഉണ്ട്. वहाँ पे 2 ग्रुप है. ഒരു ഗ്രൂപ്പ് ഒരാൾ മാത്രമേ ഉള്ളൂ, एक ग्रुप में एक ही व्यक्ति है, അത് യൂദയാ. वो यहूदा है. രണ്ടാമത്തെ ഗ്രൂപ്പിൽ 11 പേരുണ്ട്. और दूसरे ग्रुप में 11 चेले हैं. യൂദയെ പറ്റി പറയുക, और यहूदा के बारे में लिखा है കർത്താവ് തിരഞ്ഞെടുത്ത ശിഷ്യനാ, वो प्रभु यीशु के द्वारा चुना गया एक चेला है. പക്ഷെ അവൻ പിശാചാകുന്നു യേശു പറയുക. लेकिन यीशु कहता है वो शैतान है. രണ്ടാമത് പറയുക, और दूसरा कहता है അവൻ കള്ളനാകുന്നു. वो चोर है. മൂന്നാമത് പറയുക, और तीसरा कहते हैं പണസഞ്ചിയിൽ നിന്ന് കൈയിട്ട് വാരുന്നവനാ. और जो कुछ वो उसमें डालते थे वो थैली में से निकाल लेता था. ഇവിടെ പറഞ്ഞാല് और कहेंगे तो യേശുവിന് സ്വത്രാഴ്ച കൊടുത്തത് ആരും കാണാതെ കൈവിട്ട് പോയി. और यीशु मसीह को जो पवित्र भेंट जो दी जाती थी उसमें से कोई न देखते वो निकाल लेता था. യേശുവിന് ഓഫറിംഗ് കൊടുത്തത് കൈയിട്ട് വാരും. जो कोई उसमें भेंट दी जाती थी वो उस थैली में से निकाल लेता था. Praise the Lord. Praise the Lord. ഹല്ലേലൂയ. Hallelujah. യൂദയാ. यहूदा है. Praise the Lord. ഇവനെ കർത്തൃമേശയുടെ ശുശ്രൂഷ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നിടത്തുണ്ട്, ഇവനും തിരുമേശ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നിടത്തുണ്ട്. और प्रभु बेंच में जब स्थापना की जाती है उस समय ये भी वहां उपस्थित है. Praise the Lord. Praise the Lord. ഹല്ലേലൂയ. Hallelujah. അതിനു മുമ്പേ കർത്താവ് ഇത് പറഞ്ഞു. और उसके पहले प्रभु यीशु मसीह ये कहता है പണ്ട് ഉപവാസിരിക്കുന്ന സമയത്ത് കുറെ യൂത്ത്സ് ഉണ്ട് ഞങ്ങളുടെ കൂടെ. और उपवास में रहते समय कई जवान लोग जो हमारे बीच में रहते हैं എല്ലാവരും ഉപവാസിരിക്കും 7 ദിവസം. और सभी जो है 7 दिन उपवास करते हैं. 7 ദിവസവും വലിയ വലിയ പ്രവാചകന്മാരുണ്ടായിരുന്നു. और 7 दिन जो है बड़े बड़े भविष्यवक्ता प्रचारक लोग रहते हैं. 6 ദിവസവും പ്രവാചകന്മാർ വന്ന് ശുശ്രൂഷിച്ചു. और 6 दिन जो है प्रचारक लोगों ने आके सेवा किया. 7ാമത്തെ ദിവസം ഒരു പ്രവാചകൻ വന്നു. और 7वें दिन एक प्रचारक आया ഞങ്ങൾ നോക്കിട്ട് പറയാ, और उन्होंने हमें देख के कहा ഈ ഉപവസിക്കുന്നവരുടെ കൂട്ടത്തില് कि ये उपवास करने वालों की भीड़ में എല്ലാരും വെള്ളഷർട്ടൊക്കെ ധരിച്ചിരിക്കുക. सभी ने जो है सफेद कपड़ा पहना है. ഞാൻ +1 പഠിക്കുന്ന സമയമാണ്. तब जो प्रभु के दास 12वीं पढ़ रहे थे 10, 17, 18, 25 വയസ്സുള്ള എല്ലാ യുവാക്കന്മാരുണ്ട് അതിനകത്ത്. और 17, 18, 25 साल की उम्र के सभी जवान लोग वहां उपस्थित थे. Praise the Lord. प्रेज द लॉर्ड. ഞങ്ങൾ നോക്കിട്ട് പറയാ, और हमें देखकर इस प्रकार से कहता है ഇതിനകത്ത് ഒരു കള്ളനുണ്ടെന്ന്. इसके बीच में एक चोर है. Praise the Lord. प्रेज द लॉर्ड. ഞങ്ങൾ വളരെ സങ്കടമായി. तो हम लोग काफी चिंता में पड़ गए. 7ാമത്തെ ദിവസം ഉപവാസത്തിന്റെ और उपवास का 7वां दिन था നോക്കിട്ട് പറയാ, और वो देखकर कहता है ഇതിനകത്ത് ഒരു കള്ളൻ ഇരിപ്പുണ്ടെന്ന്. इसमें एक चोर बैठा है. ആർക്കൊന്നും മനസ്സിലാകുന്നില്ല. और किसी को भी मन में समझ में नहीं आ रहा. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ कुछ समय बीतने पर ഞങ്ങളോട് ഉപവസിച്ച ഒരു പയ്യനെ और हमारे साथ उपवास करते हुए जवान को ഒരു വീടിന്റെ മേൽക്കൂര തുറന്ന് താഴെ ഇറങ്ങിയിട്ട് VCD എടുത്തോണ്ട് പോയി. एक घर का छत खोल के उसमें से VCD लेके एक घर का जो छत खोलकर उसमें से जो VCD प्लेयर लेके चला गया അവനെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് ജയിലിനകത്ത് ഇടായിരുന്നു. और उसको जो है पुलिस स्टेशन में ले जाकर जो है जेल में डाल दिया गया. ഞാൻ പാസ് പോയി ഇറങ്ങിക്കൊണ്ട് വന്നു. പിന്നെ और फिर पास्टर ने जाकर उसे छुड़ा के लाया. മനസ്സിലാവും प्रेज द लॉर्ड. എന്ന് പറഞ്ഞ പോലെ കർത്താവ് പറയാ, और प्रभु यीशु कहता है ഞാൻ 12 പേരെ ഞാൻ തിരഞ്ഞെടുത്തിട്ടുണ്ട്. कि मैंने 12 लोग चेलों को चुना है. അതിൽ ഒരുത്തൻ പിശാചാ, उसमें से एक शैतान है. അവൻ കള്ളനാ, वो चोर है. ദൈവനാമത്തിലുള്ള പൈസ കൈയിട്ടെടുക്കുന്നവനാ. और वो जो है प्रभु के लिए जो भेंट चढ़ाया जाता है उसमें हाथ डालकर निकाल लेता है. ദശാംശം ആരും എടുത്ത് തിന്നരുത്. और दशमांश कोई भी लेकर जो अपने लिए खर्च न करे. പഴയ നിയമത്തിൽ 10% ദൈവത്തിനുള്ളതാ. और जो पुराने नियम में जो 10वां अंश है वो परमेश्वर का है. പുതിയ നിയമത്തിലെ ഓഹരി ദൈവത്തിനുള്ളതാ. और नए नियम में जो भाग है वो परमेश्वर का है. ദൈവത്തിനുള്ള ദൈവത്തിന് കൊടുത്തോണം.
जो परमेश्वर का है वो परमेश्वर को दे। കൈയിട്ട് വാരി തിന്നുന്നുണ്ടെങ്കിൽ यदि उसमें से हाथ डालकर निकाल लेते हैं, ആരുടെ സ്വഭാവമായിരിക്കും? वो किसका स्वभाव होगा? बोलो जोर से बोलो, യൂദയുടെ സ്വഭാവമായിരിക്കും. वो यहूदा का स्वभाव होगा। ദൈവത്തിന്റെ വക തിന്നരുത്. और परमेश्वर का जो भेंट है वो उसको न ले। കർത്താവ് ശിഷ്യന്മാരെ നോക്കിട്ട് പറയാ, प्रभु यीशु चेलों को देखकर कहता है, ഇതിനകത്തൊരു പിശാചുണ്ട്, इसमें से एक व्यक्ति शैतान है, ഇതിനകത്തൊരു കള്ളനുണ്ട്. इसमें एक चोर है। ഇന്നലെ രാത്രി എന്നോട് ദൈവം പറഞ്ഞു, कल रात को परमेश्वर ने मुझसे कहा ഇതിനകത്തൊരു കള്ളനുണ്ട്. कि इसके बीच में एक जो चोर है, ലിവിംഗ് ക്രിസ്ത്യൻ ചർച്ചിനകത്തൊരു കള്ളനുണ്ട്. लिविंग क्रिश्चियन चर्च में जो एक चोर है। പിന്നത്തെ നമുക്ക് മനസ്സിലാകാനിടയായി തീരും. और फिर बाद में जो हमें समझ आएगा। കഴിഞ്ഞ രാത്രി ഞാൻ പ്രാർത്ഥിക്കാൻ ഇതുപോലെ പറഞ്ഞ കാര്യമാണ്. और कल मैंने जो प्रार्थना में बैठते समय बताया, कल मैं जब प्रार्थना में बैठा तब ये मुझे बताया। हालेलुया, हालेलुया, प्रेज द लॉर्ड. प्रेज द लॉर्ड। യൂദയ്ക്ക് ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. और यहूदा का एक स्वभाव था। യൂദ യേശുവിന്റെ ഗ്രൂപ്പിൽ നിൽക്കും, यहूदा जो है यीशु के ग्रुप में रहता था അടുത്ത ഗ്രൂപ്പിലും പോകും, और वो दूसरे ग्रुप में भी जाता था, മഹാപുരോഹിതന്മാരുടെ ഗ്രൂപ്പിലും പോകും, और वो जो महापुरोहितों के साथ भी रहता था, ശാസ്ത്രിമാരുടെ ഗ്രൂപ്പിലും പോകും. शास्त्रियों के ग्रुप में भी रहता था। അവിടെ ചെന്ന് യേശുവിന് വിരോധകരമായി സംസാരിക്കും. और वहां जाकर यीशु के विरोध में बातें करता था, യേശുവിനെ എങ്ങനെങ്കിലും കൊല്ലണമെന്ന് അവൻ കൂടിയാലോചന നടത്തും. और किसी प्रकार से यीशु को जो है मार डालना है, इस प्रकार से वो षड्यंत्र भी रचता था। ഇവിടെ വരും, यहाँ भी आता था Praise the Lord. और वहां भी जाता था। ആരെങ്കിലും യൂദയുടെ സ്വഭാവം ഉണ്ടെങ്കിൽ यदि किसी के पास यहूदा का स्वभाव है तो ദൈവാത്മാവ് ഓർമ്മിപ്പിക്കുക. परमेश्वर का आत्मा आपको स्मरण दिलाता है। ഹല്ലേലൂയ, हालेलुया। മടങ്ങി വരുവാൻ ദൈവാത്മാവ് ഓർമ്മിപ്പിക്കുക. और परमेश्वर का आत्मा कहता है कि मत फिरा के लौट आ। ഹല്ലേലൂയ. हालेलुया। ഇവിടെ വരും, അവിടെ പോകും. यहाँ भी आता है, वहाँ भी जाता है। ഇവിടെ വന്ന് ചിരിക്കും, അവിടെ ചെന്ന് ദൈവദാസന്മാർക്കെതിരെ സംസാരിക്കും. यहाँ भी आता है, वहाँ भी जाके प्रभु के दासों के बारे में बात करता है। ഹല്ലേലൂയ. हालेलुया। ഇവിടെ വരും, ദൈവസഭയ്ക്ക് വിരോധകരമായി അപ്പുറത്തോട്ട് മാറുന്ന സംസാരിക്കും. यहाँ भी आता है और वहाँ जाके परमेश्वर के विरोध में भी बातें करता है। നിന്നിൽ ദൈവത്തിന്റെ ആത്മാവല്ല ഉള്ളത്, तो तेरे अंदर जो है परमेश्वर का आत्मा नहीं है, നിന്നിൽ പിശാചാ വാസം ചെയ്യുന്നത്. तेरे अंदर जो है शैतान वास करता है। ഇപ്പോൾ ദൈവാത്മാവ് പറയുക, आज सुबह परमेश्वर का आत्मा कहता ഈ है രണ്ട് സ്വഭാവമുള്ളവരോട് ദൈവാത്മാവ് പറയുക, कि दो स्वभाव जो है वो प्रभु का आत्मा याद दिलाता है। മാനസാന്തരപ്പെട്ട് മടങ്ങി വരിക. मत फिराकर लौटा। ഹല്ലേലൂയ. हालेलुया। മനസ്സിലായ കരങ്ങളെ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. जो समझ गए वो हाथ उठा के प्रभु को धन्यवाद दे। ഹല്ലേലൂയ. യൂദ മഹാപുരോഹിതന്മാരോട് അടുത്ത് പോയി സംസാരിച്ചു. और यहूदा जो है वो महायाजक लोग के पास जाके उसने इस प्रकार बात कही। 30 വെള്ളിക്കാശ് അവർ കൊടുക്കാമെന്ന് പറഞ്ഞു. उससे कहा गया हम तुझे 30 चांदी के सिक्के देंगे। അവൻ പറഞ്ഞൊത്തു, അവൻ പറഞ്ഞു ഓക്കേ ആക്കി. और उसने जो है वो जो उसको जो डील को जो है उसने पक्का किया മടങ്ങി വരികയാ. और वो वापस आता है। അപ്പോഴേ ലാസ്റ്റ് പെസഹ നടക്കുന്നത്. और उस समय जो है फसह बनाया जाता है। ഇതിനെപ്പറ്റി യോഹന്നാന്റെ സുവിശേഷം നമുക്ക് കാണാൻ സാധിക്കും. और इसमें यूहन्ना में हम इस प्रकार से देखते हैं। 13-ാം അധ്യായത്തിന്റെ 21-ാം വാക്യം വായിച്ചാട്ടെ. 12 का 21 पढ़े। ये बातें कहकर यीशु आत्मा में व्याकुल हुआ हाँ। और यह गवाही दी, हाँ। मैं तुमसे सच-सच कहता हूँ कि तुम हाँ। में से एक मुझे पकड़वाएगा। ഈ യൂദയെ കുറിച്ച് സംസാരിച്ചിട്ട് കർത്താവ് പറയാ എന്റെ ഉള്ള കലങ്ങുന്നു എന്ന്. और यहूदा के बारे में परमेश्वर कहता है और 21 ഇത് പറഞ്ഞിട്ട് യേശു ഉള്ളം കലങ്ങി. और ये कहकर यीशु आत्मा में व्याकुल हुआ। ഹല്ലേലൂയ. हालेलुया। Praise the Lord. प्रेज द लॉर्ड। രാത്രി ഇന്ന് പകൽക്കാലം നമ്മളെ തന്നെ ഒന്ന് ശോധന കഴിച്ചാട്ടെ. आज सुबह हम अपने आप को जांचे ഞാൻ യൂദയുടെ സ്വഭാവമുള്ളവനാണോ, कि क्या मेरे अंदर यहूदा का स्वभाव है, അതോ ബാക്കി 11 പേരുടെ സ്വഭാവമുള്ളവനാണോ? क्या मेरे अंदर वो क्या उसको छोड़कर वो 11 चेलों का स्वभाव है। ഹല്ലേലൂയ. हालेलुया। ഈ തിരുമനസ്സും ശുശ്രൂഷയിലും ഈ യൂദ പങ്കെടുത്ത് നമുക്ക് അവിടെ താഴോട്ട് വായിക്കുമ്പോൾ കാണാൻ സാധിക്കും. और यदि हम नीचे पढ़ेंगे तो हम देखते हैं कि यहूदा ने भी जो है पवित्र वेद में शामिल हुआ। 27-ാമത്തെ വാക്യം വായിച്ചാട്ടെ. 27 वचन पढ़े। टुकड़ा देते ही शैतान उसमें समा गया। हाँ। तब यीशु ने उससे कहा, हाँ। जो तू करता है तुरंत कर। ആമേൻ. കണ്ടം മുറിച്ച് അവനും കൊടുത്തു. और जो है रोटी लेकर उसे भी तोड़ कर दिया। അവൻ വാങ്ങിട്ട് അവിടുന്ന് പെട്ടെന്ന് പോവുകയാ. और वो जो उसे खाकर वहां से तुरंत चला जाता है, കാരണം അവന്റെ ഉള്ളിൽ ഒരു സാത്താനുണ്ട്. क्योंकि उसके अंदर एक शैतान है। അവനെ കൊണ്ടു നടക്കുന്ന ഈ സാത്താനാ और उसे ले जाने वाला वो शैतान है। പേര് യേശുവിന്റെ ശിഷ്യനാണെങ്കിലും
वो यीशु का चेला होने के बावजूद ഉള്ളിൽ വാസം ചെയ്യുന്നത് ശത്രുവാ. उसके अंदर जो है शैतान वास करता है। ഹല്ലേലൂയ. हालेलुया। അപ്പൊ പോകുന്നത് और वो जहाँ जाता है മരണത്തിലേക്കാ പോകുന്നത്. वो जो है मृत्यु के मार्ग पर जाता है। അവൻ മഹാപുരോഹിതന്മാരെ കണ്ട് സംസാരിച്ചു, അവനും വളരെ സന്തോഷമായി. और महायाजक के साथ जो है वार्तालाप करके वो भी काफी आनंदित हुआ। വെള്ളിക്കാശ് കൊടുക്കാന്ന് പറഞ്ഞപ്പോൾ അതിലും സന്തോഷമായി. और जब चांदी के सिक्के मिलेंगे ये सुनकर वो और आनंदित हुआ। അവനൊരു ദ്രവ്യാഗ്രഹിയായിരുന്നു, നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. और वो एक लोभी था, हम ये जानते हैं। കാശ് കാണുമ്പോൾ ദൈവത്തെ വിട്ട് പോകുന്ന ഒരു മനുഷ്യനെ നമുക്ക് അറിയാൻ സാധിക്കും. और हम देखते हैं कि पैसों के लिए उसने परमेश्वर को छोड़कर चला गया। പക്ഷേ ഇതെല്ലാം കാണുന്ന ഒരു കർത്താവ് ഉണ്ടായിരുന്നു. लेकिन ये सब देखने के लिए एक परमेश्वर था। ഹല്ലേലൂയ. हालेलुया। നമുക്കറിയാം ഇവന് 30 വെള്ളി കാശ് മേടിച്ചുകൊണ്ട് हम जानते हैं कि 30 चांदी के सिक्के लेकर കെട്ടിനാണ് മരിക്കുവാനിടയായി തീർന്നു. और वो फांसी लेके जो उसे सिक्कों को फेंक कर जो है वो फांसी लेके मर गया। Praise the Lord. प्रेज द लॉर्ड। Hallelujah. हालेलुया। രണ്ട് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു കർത്തൃമേശ എസ്റ്റാബ്ലിഷ് ചെയ്യുമ്പോൾ. और प्रभु की मेज की जब स्थापना की जा रही थी तब वहां पे 2 ग्रुप था। യൂദയുടെ ഉള്ളിൽ പിശാചായിരുന്നു, और यहूदा के अंदर जो शैतान समाया हुआ था കള്ളനായിരുന്നു. वो चोर था। യോഹന്നാന്റെ സുവിശേഷം, യോഹന്നാന്റെ ലേഖനത്തിൽ കാണുന്നു. और यूहन्ना पे हम पढ़ते हैं 1 യോഹന്നാൻ 2-ാം അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യം. पहला यूहन्ना उसका 2रा अध्याय 4था वचन। जो कोई यह कहता है हाँ। मैं उसे जान गया हूँ हाँ। और उसकी आज्ञाओं को नहीं मानता वह झूठा है और आमीन। उसमें सत्य नहीं। Praise the Lord. അവനെ അറിഞ്ഞിരിക്കുന്നു എന്ന് പറയുകയും അവന്റെ കൽപ്പനകളെ പ്രമാണിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ കള്ളനാകുന്നു. जो कोई यह कहता है मैं उसे जान गया हूँ और उसकी आज्ञाओं को नहीं मानता वह झूठा है। Praise the Lord. प्रेज द लॉर्ड। നമ്മൾ ദൈവമക്കളാ, हम परमेश्वर के बच्चे हैं। നമ്മൾ കർത്താവിന്റെ മക്കളാ. हम परमेश्वर की संतान हैं। Praise the Lord. നമ്മുടെ ദൈവത്തിന്റെ വചനം പ്രമാണിച്ചു വേണം നമ്മൾ ജീവിക്കാന്. और परमेश्वर की आज्ञाओं को मानकर हम आगे बढ़ना है। അല്ലെങ്കിൽ തിരുവചനം പറയുന്നു അല്ല എങ്കിൽ കള്ളനാകുന്നു എന്നാ പറയുന്നത്. नहीं तो वचन कहता है कि वह झूठा है। എന്നാൽ രണ്ടാമത്തെ ഗ്രൂപ്പിനെ നോക്കിയാട്ടെ. और दूसरे ग्रुप को हम देखेंगे അതിൽ 11 പേരുണ്ട്. उसमें 11 लोग हैं। ഈ 11 പേരിൽ ചിലർക്ക് ദൈവിക വെളിപ്പാടുള്ളവരെ നമുക്കറിയാൻ സാധിക്കും. और इन 11 जो चेलों में कुछ को जो है प्रकाशन दिया गया आप देखते हैं। യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം അതിന്റെ 68 69 വാക്യം വായിച്ചാട്ടെ. यूहन्ना 6 का 68 और 69 पढ़े। और पतरस ने उसको उत्तर दिया हाँ। कि हे प्रभु हम किसके पास जाएं? हाँ। अनंत जीवन की बातें तो तेरे ही पास है। हाँ। और हमने विश्वास किया और जान गए हैं हाँ। कि परमेश्वर का पवित्र जन तू ही है। हाँ। यीशु ने उत्तर दिया हाँ। क्या मैंने तुम 12 को नहीं चुन लिया? ബസ് ഹല്ലേലൂയ. രണ്ടാമത്തെ ഗ്രൂപ്പിലുള്ളവർ പറയാ നീ ദൈവത്തിന്റെ പരിശുദ്ധനെന്ന് ഞങ്ങൾ വിശ്വസിച്ചും അറിഞ്ഞും ഇരിക്കുന്നു. और दूसरे ग्रुप में जो लोग हैं वो कहते हैं कि हमने विश्वास किया और जान गए कि तू ही परमेश्वर का पवित्र जन है। എന്നിട്ട് പത്രോസ് യേശുവിനോട് പറയുകയാ लेकिन पतरस यीशु से कहता है നിത്യജീവന്റെ മൊഴികൾ നിന്നിലുണ്ട്. कि अनंत काल की बातें तेरे ही पास है। നിന്നെ വിട്ട് ഞങ്ങൾ എവിടെ പോകും? तुझे छोड़कर हम कहाँ जाए? യോഹന്നാനെ നമുക്കറിയാം. यूहन्ना को हम देखते हैं। ഈ തിരുവനന്തപുരം ശുശ്രൂഷ എസ്റ്റാബ്ലിഷ് ചെയ്യുമ്പോ और जब पवित्र मेज की स्थापना की जा रही थी യേശുവിന്റെ മാർവോട് ചേർന്നിരിക്കുക. यूहन्ना की जो माता के साथ में यीशु की छत से लगा हुआ। यीशु की जो छाती से लगा हुआ था। ആമേൻ. आमीन। പത്രോസ് പറയുകയാ पतरस कहता है നീ ദൈവത്തിന്റെ പരിശുദ്ധനായ ദാസനാ. कि तू परमेश्वर का पवित्र जन है നിന്റെ പക്കൽ നിത്യജീവന്റെ മൊഴികളുണ്ട്. और अनंत काल की बातें तेरे ही पास है। നിന്നെ വിട്ട് ഞങ്ങൾ എവിടെ പോകും? तुझे छोड़कर हम कहाँ जाए? പ്രതികൂലത്തിന്റെ സമയത്ത് യോഹന്നാൻ മാർവോട് ചേർന്നിരിക്കുക. യോഹന്നാൻ यूहन्ना യേശുവിന്റെ മാർവോട് ചേർന്നിരിക്കുക. यीशु के गले छाती से लगा। और यूहन्ना जो है यीशु के छाती से लगा हुआ था। Praise the Lord. प्रेज ഈ लॉर्ड। 11 പേരും കർത്താവിന് വേണ്ടി ജീവിച്ചവരാ. और ये जो 11 लोग हैं वो परमेश्वर के लिए जीवन बिताए हुए लोग ഈ हैं। 11 പേരും കർത്താവിന് വേണ്ടി ശക്തമായി ശുശ്രൂഷ ചെയ്തവരാ. और ये 11 लोग जो है इन्होंने जो परमेश्वर का सेवा कार्य बड़े सामर्थ्य के साथ किया। ഈ 11 പേരും രാജ്യങ്ങളെ അടക്കി ശുശ്രൂഷ ചെയ്തവരാ. और ये 11 लोगों ने जो है परमेश्वर के जो राज्य में बड़े बड़े कार्य किए। ഈ 11 പേരും കർത്താവിന് വേണ്ടി ജീവൻ കൊടുക്കുവാനിടയായി തീർന്നു. और ये 11 लोगों ने परमेश्वर के लिए अपना जीवन जो है बलिदान कर दिया। ഹല്ലേലൂയ. हालेलुया। ഇന്ന് പകൽക്കാലം ചിന്തിച്ചാട്ടെ. आज सुबह आप सोचे ഞാൻ യൂദയുടെ ഗ്രൂപ്പിലാണോ അതോ 11 പേരുടെ ഗ്രൂപ്പിലാണോ? क्या मैं यहूदा के ग्रुप से हूँ या उन 11 के ग्रुप से हूँ ദൈവത്തെ കുറിച്ച് വെളിപ്പാടുള്ളവര്, जो जिन्हें जो परमेश्वर के जो बारे में प्रकाशन है, ദൈവത്തെ സ്നേഹിക്കുന്നവര്, जो परमेश्वर से प्रेम करते हैं, ദൈവത്തോട് ചേർന്നിരുന്നവര് जो परमेश्वर के साथ सहभागिता रखते हैं, അനുഗ്രഹിക്കപ്പെടുവാനിടയായി തീർന്നു. वो आशीषित हो गए। അവരുടെ മേലെ പരിശുദ്ധാത്മാവിന്റെ ശക്തി വന്നത്. और
और उनके ऊपर जो है पवित्र आत्मा की सामर्थ ठहरी അസാധാരണ ശുശ്രൂഷ അവർ ചെയ്തു. और जो है उन्होंने असाधारण जो कार्य किए ഹല്ലേലൂയ. രാജ്യങ്ങൾ കടന്ന് കർത്താവിന്റെ മഹത്വമേറിയ ശുശ്രൂഷ അവർ ചെയ്യാനിടയായി തീർന്നു. और सब जगह जाकर जो उन्होंने परमेश्वर की सेवा कार्य को पूरा किया പത്രോസിന്റെ ശുശ്രൂഷ നമുക്കറിയാം. और पतरस की सेवा को हम देखते हैं ആദ്യത്തെ ഒറ്റ പ്രസംഗത്തിൽ 3000 പേര് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവസഭയോട് ചേർന്നു. उसकी जो पहले सेवा के आरंभ में ही 3000 लोगों ने जो उद्धार पाया और बपतिस्मा लेकर वो कलीसिया में शामिल हुए രണ്ടാമത്തെ പ്രസംഗത്തിൽ ഏകദേശം 5000 പേരോളം ചേർന്നു. और दूसरे बात जब है 5000 लोग जो है कलीसिया में शामिल हुए പത്രോസിലൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി വളരെ ശക്തമായി ഉണ്ടായിരുന്നു. और पतरस के पास जो है परमेश्वर की सामर्थ जो है पूरे सामर्थ से भरा हुआ था കർത്താവിൽ അധികാരത്തിന്റെ ശക്തി ഉണ്ടായിരുന്നു. और दूसरा उसके पास जो अधिकार था മുടന്തരെ നോക്കിയിട്ട് പത്രോസ് പറയുന്നത് പ്രാരാ ലങ്കടെ വ്യക്തി को देखकर और लगड़े व्यक्ति को देखकर पतरस इस प्रकार से कहता है പോലെ ഞങ്ങളുടെ കയ്യിൽ താങ്കൾക്കുള്ളത് നിന്റെ നിനക്ക് തരുന്നു. सोना चांदी तो मेरे पास नहीं है लेकिन जो मेरे पास है वो तुम्हें देता हूँ യേശുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കാതെ പറഞ്ഞ് കൈക്ക് പിടിച്ച് എഴുന്നേൽക്കുമ്പോ उसने कहा यीशु के नाम से जो है चल फिर जब उसने उसका हाथ पकड़कर उठाया അവൻ സൗഖ്യമായി ചാടി എഴുന്നേൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. वो जो है झट कूद कर जो है वो उछल पड़ा ഹല്ലേലൂയ. ഹല്ലേലൂയ. യോപ്പയിൽ മരിച്ചുപോയ ഒരു പെൺകുഞ്ഞിനെ ഉയർപ്പിക്കാൻ നമുക്ക് കാണാൻ സാധിക്കും. और मरे हुए जो एक लड़की को जिलाता है हम देखते हैं ഹല്ലേലൂയ. അപ്പോസ്തലപ്രവൃത്തി 12-ാം അധ്യായത്തിൽ ബന്ദിഗൃഹത്തിൽ കിടക്കുമ്പോ ദൈവത്തിന്റെ ദൂതൻ തനിക്ക് വേണ്ടി ഇറങ്ങി നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. और प्रेरितों के काम में हम देखते हैं कि जब वो बंदी गृह में था तो परमेश्वर का स्वर्गदूत उसके लिए उतर आया അങ്ങനെ ഓരോ അപ്പോസ്തലന്മാരെ കർത്താവ് ഉപയോഗിക്കാനിടയായി തീർന്നു. ऐसे एक चेलों को परमेश्वर ने जो है अद्भुत रीति से जो उनका उपयोग किया നമ്മൾ വിശുദ്ധിയോടായി തിരുമേശ ഭാഗവാക്കാകുന്നുവെങ്കിൽ यदि हम पवित्रता के साथ इस पवित्र मेज में शामिल होते हैं നമ്മൾ അസാധാരണ ദൈവശക്തി വെളിപ്പെടുന്നത് കാണാനിടയായി തീരും. तो हमारे अंदर भी जो है परमेश्वर की असीम जो सामर्थ है वो प्रकट होगी അതല്ല യൂദയെ പോലെയാണെങ്കിൽ यदि हम यहूदा के जैसे हैं ഹല്ലേലൂയ. हालेलुया അതോ നമ്മൾ യൂദയെ പോലെയാണെങ്കിൽ यदि हमारा स्वभाव यहूदा के जैसा होगा तो മരണം നമ്മുടെ മുമ്പിൽ കിടപ്പുണ്ട്. मृत्यु हमारे सामने है ഹല്ലേലൂയ. हालेलुया വിശുദ്ധിയോടല്ല ഈ തിരുമേശയുടെ ഭാഗവാക്കാകുന്നുവെങ്കിൽ यदि हम अपवित्रता के साथ यदि इसमें शामिल होते हैं മരണം നമ്മുടെ മുമ്പിൽ കിടപ്പുണ്ട്. तो मृत्यु हमारे सामने है Praise the Lord. प्रेज द लॉर्ड കർത്താവ് പറഞ്ഞതിന്റെ ഓർമ്മയ്ക്കായി നിങ്ങൾ ഇത് ചെയ്യുവിൻ. परमेश्वर ने कहा मेरे स्मरण के लिए यही किया करो ഇന്ന് പകൽക്കാലം ആ കാൽവരി ക്രൂശിലെ മരണത്തെ ഓർത്തു വേണം തിരുമേശയുടെ ഭാഗവാക്കുക. आज सुबह के समय हम उस कैलवरी में परमेश्वर की क्रूस के बलिदान को स्मरण कर ही इस पवित्र मेज से शामिल हुए ക്രിസ്തുവിനെ കുറിച്ച് വെളിപ്പാട് പ്രാപിച്ച അപ്പോസ്തലന്മാരെ പോലെ ആയിരിക്കണം കർത്താവിനെ ഓർത്തു വേണം ഈ തിരുമേശയുടെ ഭാഗവാക്കുക. और जिस प्रकार से परमेश्वर के जो चेहरे थे उन्हें जो प्रभु यीशु का जो प्रकाशन दिया गया था उसी प्रकाशन के साथ जो है हम इसमें से शामिल होना है എവിടെ പോയാലും കർത്താവിനോടൊപ്പം നടക്കുമെന്നുള്ള ഒരു ദൃഢനിശ്ചയം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ തിരുമേശയുടെ ഭാഗവാക്കാവൂ. हम कहीं भी जाते हैं तो परमेश्वर की उपस्थिति मेरे साथ रहती है ऐसा दृढ़ निश्चय है तभी हम इसमें से शामिल होना है കൊരിന്ത്യർ ലേഖനത്തിൽ ഇപ്രകാരം പൗലോസ് പറയുന്നത് और कुरिन्थियों की पत्री में पौलुस इस प्रकार से कहता है നമ്മൾ വിശുദ്ധിയോടല്ല ഭാഗവാക്കാൻ നമ്മൾ ബലഹീനരായി തീരും, നമ്മൾ രോഗികളായി തീരും, നമ്മളിൽ പലരും മരണപ്പെടുവാനിടയായി തീരും. कि जो कोई अनुचित रीति से इसमें से भागी होगा उसमें से कुछ तो निर्बल कुछ रोगी और कुछ सो भी जाते हैं അല്ലെങ്കിൽ नहीं तो നമ്മൾ വിശുദ്ധിയോടെ ഭാഗവാക്കാകുമെങ്കിൽ यदि हम पवित्रता के साथ इसमें से सहभागी होते हैं നമ്മുടെ ബലഹീന അവസ്ഥകൾ മാറും. तो हमारे सारे जो है बलीन अवस्था दूर होंगे നമ്മളിൽ ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കും. और परमेश्वर की सामर्थ जो है हम पर प्रकट होगी നമ്മളിൽ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടും. और परमेश्वर की महिमा हमारे ऊपर प्रकट होगी അസാധാരണ ദൈവശക്തി നമ്മളിൽ വെളിപ്പെടും. और जो है अद्भुत परमेश्वर का कार्य हमारे ऊपर प्रकट होगा അനുഗ്രഹിക്കപ്പെട്ട ജീവിതം നയിക്കുവാനിടയായി തീരും. और हम एक आशीष का जीवन बिताएंगे എല്ലാവരും കണ്ണുകളെ അടച്ചാട്ടെ. सब अपने आंखों को बंद करें അല്ലെങ്കിൽ നാം യൂദയുടെ ഗ്രൂപ്പിലാണോ അതോ 11 ബാക്കി 11 ശിഷ്യന്മാരുടെ ഗ്രൂപ്പിലാണോ? क्या हम यहूदा के ग्रुप में हैं या बाकी 11 चेलों के ग्रुप में हैं എല്ലാവരും കണ്ണുകളെ അടച്ച് പ്രാർത്ഥിച്ചാട്ടെ. सब अपने आंखों को बंद करें और प्रार्थना करें ഏതെങ്കിലും ജീവിതത്തിൽ പാപത്തിന്റെ സ്വഭാവം ഉണ്ടെങ്കിൽ यदि कोई भी पाप का स्वभाव हमारे जीवन में है तो ഇന്ന് പകൽക്കാലം ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചതിന് ശേഷം മാത്രമേ തിരുമേശയുടെ ഭാഗവാക്കാവൂ. आज सुबह के समय जो है निश्चय लेकर जो है मन फिरा के पवित्र में से सहभागी हो യേശു ചിലരെ സൗഖ്യമാക്കിയപ്പോ और यीशु मसीह ने जब कुछ लोगों को चंगा किया അവരോട് പറഞ്ഞത് ഇപ്രകാരമാ, और उनसे इस प्रकार से कहा ഇനിമേലിൽ നിങ്ങൾ പാപം ചെയ്യരുത്. कि फिर कभी तुम पाप ना करना ഇടയ്ക്കിടയ്ക്ക് പാപം ചെയ്യാമെന്നല്ല കർത്താവ് പറഞ്ഞത്. तो परमेश्वर ने ऐसा नहीं कहा कि बीच बीच में पाप करना
ഇനിമേലാൽ നിങ്ങൾ പാപം ചെയ്യരുത്. लेकिन इसके बाद पाप न करना। ഇനി ഒരിക്കലും പാപം ചെയ്യില്ല എന്നുള്ളൊരു തീരുമാനമുണ്ടെങ്കിൽ यदि आपको निश्चय है कि इसके बाद मैं कोई पाप नहीं करूंगा, കാൽവരിയിലെ മരണത്തെ ഓർത്തുകൊണ്ട് उस कैलवरी के जो परमेश्वर की क्रूस के बलिदान को स्मरण करते हुए ദൈവത്തോട് മനുഷ്യരോട് കുറ്റമറ്റ മനസാക്ഷിയോട് വേണം നമ്മൾ തിരുമേശയുടെ ഭാഗമാക്കുക. और परमेश्वर और मनुष्य के साथ शुद्ध विवेक रखते हुए पवित्र में से शामिल होने के लिए ഈ വചനങ്ങൾ ആദ്യം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. इन वचनों के द्वारा परमेश्वर आप सबको आशीष दे। ആയി പ്രാർത്ഥന കരങ്ങൾ. പരിശുദ്ധ പിതാവേ, നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവേ. തിരുനാൾ ശുശ്രൂഷയിലേക്ക് നിങ്ങൾ അടുത്ത് വരുന്ന കർത്താവേ, ശുശ്രൂഷിപ്പാൻ അങ്ങയുടെ ദാസനെ ബലപ്പെടുത്തുമാറാകണമേ. ഭാഗവാക്കാവോ ദൈവം ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. വിശുദ്ധിയോടെ ഭാഗവാക്കാവോ ദൈവം ഞങ്ങളെ സഹായിക്കണമേ. കേൾപ്പിച്ച വചനത്തിനായി സ്തോത്രം കർത്താവേ. ഈ വചനങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി മാറട്ടെ കർത്താവേ. തിരുകൃപ കൂടിയിരിക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. यार लोग हम पवित्र में के उपाय में आगे बढ़ रहे हैं, जिन्होंने प्रभु यीशु मसीह को अपना व्यक्तिगत उद्धार करता स्वीकार किया है, पानी में डूब के बपतिस्मा लिया है और हालेलुया, ये हालेलुया पवित्र जीवन बिताते हैं वे लोग ले सकते हो। इससे भाई ये पवित्र में